അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ എല്ലാവർക്കും സന്തോഷമാണെന്ന് കരുതുന്നു. ഇന്ന് പറയാൻ പോകുന്നത് ഗർഭിണികൾക്ക് വേണ്ടിയാണ്. ഗർഭമുള്ള പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് ഗർഭിണികളുണ്ട്. ഓരോ ദിവസവും ഈ ലോകത്തേക്ക് ഓരോരോ പുതിയ കുട്ടികൾ ഇങ്ങനെ ജനിച്ച് ജനിച്ച് വീഴുകയാണ്, അല്ലെ? അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണത്. ഇവിടെ ജനസംഖ്യ ഒരിക്കലും കുറഞ്ഞു വരുന്നില്ല, കൂടി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ ദിവസവും ഓരോ നാടുകളിലും ഓരോ ഗ്രാമങ്ങളിലും ഓരോരോ കുട്ടികൾ ഇങ്ങനെ ജനിച്ചു വീഴുന്നു. അള്ളാഹു തആല അവർക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. അപ്പം ഗർഭിണികളായ സ്ത്രീകൾ ആദ്യം മുതൽ, ഗർഭമുണ്ടായത് മുതൽ അത് പ്രസവിക്കുന്നത് വരെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഗർഭിണികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച്. എന്താണ് ചെയ്യേണ്ടത്? ചില സ്ത്രീകൾ പറയാറുണ്ട്, എനിക്ക് നല്ലൊരു ആൺകുട്ടിയെ വേണം, അല്ലെങ്കിൽ നല്ലൊരു പെൺകുട്ടിയെ വേണം എന്ന് ചിന്തിക്കാറുണ്ട്. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നത് നല്ല കാര്യമാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, പടച്ചോനെ എനിക്ക് തരുന്ന മക്കള് നല്ല സ്വാലിഹീങ്ങളായ മക്കളാവണേ, നല്ലത് ചിന്തിക്കുന്ന, നല്ലത് പ്രവർത്തിക്കുന്ന, നല്ലത് മാത്രം ചെയ്യുന്ന നല്ല നല്ല സ്വാലിഹീങ്ങളായ മക്കളാവണേ എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന മക്കള് നല്ല സ്വാലിഹീങ്ങളായി വളരണം എന്നത് ഒരു രക്ഷിതാവിന്റെ ഒരു ചിന്ത അങ്ങനെ ആയിരിക്കണം എന്നതാണ്. ഗർഭിണികളായ സ്ത്രീകൾ എപ്പോഴും പടച്ച റബ്ബിനോട് ദുആ ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവെ എനിക്കുണ്ടാവുന്ന കുട്ടി നല്ല സ്വാലിഹായ കുട്ടിയാവണം. ഗർഭിണിയായ സ്ത്രീ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഗർഭിണിയായ സ്ത്രീയും അതുപോലെ നമുക്ക് മക്കളുള്ള രക്ഷിതാക്കളുമൊക്കെ ഈ ദുആ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മക്കൾ നല്ലവരായി വളരും എന്നതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ഗർഭിണികളായ സ്ത്രീകൾ എന്ത് ചെയ്യണം? ഈ ദുആഇനെ പതിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ സൂറത്തുൽ മറിയം അത് എന്ത് ചെയ്യണം? പതിവാക്കുകയും ചെയ്യണം. ഗർഭിണികളായ ആൾ സൂറത്തുൽ മറിയം ദുആ ഓതാൻ വേണ്ടി ശ്രമിക്കുക, ദിവസവും ഓതുക. അതുപോലെ ബഹുമാനപ്പെട്ട ഖാസിം വലിയുല്ലാഹി കവരത്തി ദ്വീപിലെ ഏറ്റവും വലിയ മഹാനാണ്. അദ്ദേഹത്തിന് ഈ ഗർഭിണികളായ സ്ത്രീകൾക്ക് അവിടുത്തെ ഖാസിം വലിയുല്ലാഹിയുടെ അടുത്തുള്ള അവിടുത്തെ ഒരു ബറക്കത്താക്കപ്പെട്ട വെള്ളമുണ്ട്. അവിടുത്തെ വെള്ളം കൊണ്ടുവന്ന് ഈ ഗർഭിണികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ സുഖപ്രസവമാണെന്നത് പഴയ പഴയ ഉമ്മമാരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് കിട്ടാൻ വേണ്ടി ശ്രമിക്കണം എന്നതാണ്. എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട ഖാസിം വലിയുള്ളാഹിയുടെ മേലിൽ എന്ത് ചെയ്യണം? യാസീൻ ഓതൽ പതിവാക്കണം. എല്ലാ ദിവസവും ഖാസിം വലിയുള്ളാഹിയുടെ പേരിൽ യാസീൻ ഓതുക നമുക്ക് സുഖപ്രസവം ലഭിക്കാനുള്ള കാരണമാണ് എന്ന് മഹാന്മാരായ മഹത്തുക്കളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നല്ല ഭക്ഷണം കഴിക്കാം. ഗർഭിണികളായ സ്ത്രീകൾ എപ്പോഴും നല്ല ഭക്ഷണമേ കഴിക്കാൻ പറ്റുകയുള്ളൂ. നല്ല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു വരുന്ന നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാർ കൊണ്ടുവരുന്ന ഭക്ഷണം അത് ഹലാലായ രീതിയിലുള്ള ഭക്ഷണമായിരിക്കണം. മറ്റാരുടേതോ പിടിച്ചു വെച്ചത് അല്ലെങ്കിൽ പിടിച്ചു പറിച്ച ഭക്ഷണമാവരുത്. ജോലി ചെയ്ത് ഹലാലായ രീതിയിലുള്ള സമ്പത്ത് കൊണ്ട് വാങ്ങിയ ഭക്ഷണമായിരിക്കണം നാം ഭക്ഷിക്കേണ്ടത്. അത് നമ്മുടെ വയറ്റിലുള്ള കുട്ടിക്ക് എന്താണ്? നല്ലതാണ്. അതിന് വളരുന്ന അവയവങ്ങൾ അത് നല്ല രീതിയിലുള്ള ഹലാലായ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള അവയവങ്ങളായി മാറും. അതിൽ ഓടുന്ന രക്തങ്ങൾ അത് ഹലാലായ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ഗർഭിണികളായ ആളുകൾ എന്നും നല്ല ഹലാലായ ഭക്ഷണം കഴിക്കുക എന്നതാണ്. അതുപോലെ ഗർഭിണികളായ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അവര് സംസാരം വളരെയധികം കുറയ്ക്കുക എന്നതാണ്. നല്ലത് സംസാരിക്കുന്ന സമയത്ത് നല്ലത് മാത്രം സംസാരിക്കുക. ഗർഭിണിയായ സ്ത്രീയാണെങ്കിൽ അവർ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുക. എന്നിട്ട് കഴിവിന്റെ പരമാവധി ഖുർആനുകളും അല്ലെങ്കിൽ ദിക്റുകളും ഇങ്ങനെ തുടങ്ങി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ബുർദകളും ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുക. നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വയറ്റിലുള്ള കുട്ടി അതിന് റൂഹ് ഊതിക്കഴിഞ്ഞാൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ കുട്ടി എന്ത് ചെയ്യാന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഈ ഉമ്മ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് സംസാരിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം ഈ കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഗർഭിണികളായ സ്ത്രീകൾ എന്ത് ചെയ്യണം? എപ്പോഴും നല്ല വാക്കുകൾ സംസാരിക്കുക, നല്ലത് മാത്രം നമ്മൾ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുക, മറ്റ് ദിക്റുകൾ ചെല്ലുക, സ്വലാത്തുകൾ ചെല്ലുക, ഇതൊക്കെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇത് നമ്മുടെ വയറ്റിലുള്ള കുട്ടിക്ക് നല്ലതാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ് ടെൻഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഗർഭിണികളായ ആളുകൾക്ക് ഉണ്ടാവാൻ പറ്റുകയില്ല. നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന പെണ്ണാണ്, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണാണ്. ആ പെണ്ണിന്
ഉണ്ടാവുന്ന കുട്ടിയിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങളും മാനസികമായ പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മഹാന്മാരായ മഹത്തുക്കൾ അത് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഗർഭിണികളായ പെണ്ണുങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ടെൻഷൻ അടിക്കുകയോ വെറുതെ കരയുകയോ അല്ലെങ്കിൽ എന്താ പറയാ ബുദ്ധിമുട്ടായി ഇരിക്കുന്ന സമയമോ ഉണ്ടാവരുത് എന്നതാണ്. എപ്പോഴും സന്തോഷത്തോടു കൂടെ ഇരിക്കുക, സന്തോഷമുള്ള വാക്കുകൾ പറയുക, സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണോ അത് നാം ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലുള്ള കുട്ടിക്കും അതുപോലെ സന്തോഷമുള്ള അവസരങ്ങൾ ഉണ്ടാവും. സന്തോഷത്തോടു കൂടെ ആയിരിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ ശാസ്ത്രം തെളിയിക്കുന്നുണ്ട്, നമ്മുടെ വയറ്റ് ഗർഭിണികളായ സ്ത്രീകൾ അമിത ശബ്ദമുള്ള സ്ഥലത്ത് പോയി, വലിയ ശബ്ദമുള്ള സ്ഥലങ്ങളിൽ പോയി ഇരിക്കുകയോ അല്ലെങ്കിൽ വലിയ ശബ്ദം ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മാനസികപരമായി മാനസികപരമായി അല്ലെങ്കിൽ ശാരീരികപരമായി നമുക്ക് എന്ത് ചെയ്യും, വൈകല്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ വയറ്റിലുണ്ടാവുന്ന കുട്ടികളുണ്ടല്ലോ, ആ കുട്ടിക്ക് മാനസികപരമായിട്ടും ശാരീരികമായിട്ടും വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രം തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ ശബ്ദമുള്ള സ്ഥലത്ത് പോയി ഇരിക്കാനോ അവിടെ പോയി സ്വറ പറയാനോ ഗർഭിണികളായ സ്ത്രീകൾ അതിന് ഒരുങ്ങരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതെല്ലാം ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നല്ല കാര്യം മാത്രം ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വയറ്റിലുള്ള കുട്ടിക്ക് 4 മാസം കഴിഞ്ഞാൽ റൂഹൂതും. 4-ാം മാസം റൂഹൂതല്ലോ. ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, നിങ്ങൾ പറയുന്ന എല്ലാ പ്രവൃത്തികളും, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് പോലും നിങ്ങളുടെ വയറ്റിൽ നിന്നും നിങ്ങളുടെ കുട്ടി അത് ക്യാച്ച് ചെയ്യുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് നല്ലത് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ, നല്ലത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ, നല്ലത് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ലവരായി ജീവിക്കണം. അത് കഴിഞ്ഞിട്ട് മോശമായി ജീവിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നല്ല രീതിയിലായിരിക്കണം ഗർഭിണികളായ സ്ത്രീകൾ ജീവിച്ചു പോവേണ്ടത്. അതുപോലെ നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, കിതാബുകളിൽ പറഞ്ഞതാണ്, സവർജൽ എന്ന് പറയുന്ന ഒരു പഴമുണ്ട്. ആ പഴം, ആ ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ വയറ്റിലുണ്ടാവുന്ന കുട്ടിക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവാൻ കാരണമാണ് എന്ന് മഹത്തുക്കളായ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഗർഭിണികളായ സ്ത്രീകൾ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് കഴിക്കുക. ഇതൊക്കെ നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വയറ്റിലുള്ള കുട്ടികൾക്കും ഇത് കിട്ടുന്നുണ്ട്. അതൊക്കെ നാം ഒന്ന് ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട നിങ്ങളോട് പറയാനുള്ളത്, ഗർഭിണികളായ സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പടച്ചോനെ നല്ല കുട്ടിയെ തരണേ, അല്ലെങ്കിൽ നല്ല മകളോ നല്ല മകനോ തരണേ. അള്ളാഹുവെ, തരുന്ന മക്കളൊക്കെ നല്ല സ്വാലിഹീങ്ങളാക്കി വളർത്തണേ അള്ളാഹ്, നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി തരണേ എന്നിങ്ങനെ എപ്പോഴും ഗർഭിണികളായ സ്ത്രീകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു തല നല്ല മക്കളെ തരും. മക്കൾ കാരണം ഒരിക്കലും രക്ഷിതാക്കൾ എന്താവാൻ പാടില്ല, മോശപ്പെട്ടവരാൻ പാടില്ല. ഇന്ന് ഒരുപാട് പത്രമാധ്യമങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയില്ലേ. ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ഒരു സംഭവം നടന്നു. എന്തേ? ഒരു മകന് ഒരു ഉമ്മയെ കൊല്ലുകയുണ്ടായി. ഒരു മകന് സ്വന്തം ഉമ്മയെ എന്തായി കൊന്നു. നമുക്ക് കണ്ട സംഭവമാണല്ലോ. നമ്മുടെ മക്കൾ ചിലപ്പോൾ വളരേണ്ട രീതിയിലല്ല വളർന്നത് എന്നുകൊണ്ടാണ്. ചിലപ്പോ നല്ല രീതിയിലായിരിക്കില്ല മകൻ വളർന്നത്, മോശപ്പെട്ട രീതിയിലായിരിക്കും വളർന്നുണ്ടാവുക, മോശപ്പെട്ട ചിന്തകളായിരിക്കും വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്, അല്ലേ? അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാലത്ത് നമ്മുടെ മക്കൾ, രക്ഷിതാക്കൾ പറയുന്ന രീതിയിൽ ജീവിക്കുക എന്നതാണ്. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? എല്ലാ സമയത്തും അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. പഠിച്ചോനെ, എന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി വളർത്തണേ എന്ന് ദുആ ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞു തന്ന റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്ന ദുആ പരിശുദ്ധ ഖുർആനിലുള്ളതാണ്. അത് നാം എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.